വന്ന കിനാവിലെ പുഞ്ചിരിപ്പൂമുട്ടുകൾ തൊരാഞ്ഞി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമ്മളെ പ്രവീൺ പ്രണവ് ഉണ്ടല്ലോ, ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി. വേറെ ഒന്നുമല്ല, അതായത് അച്ഛനും മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പിരിഞ്ചതായിരുന്നു. ഈ പിരിഞ്ച് കഴിഞ്ഞതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനതാ ഒരു മകൻ അതാ വീട് വേണിക്കുന്നത്, ഒരു മകൻ കാറ് വേണിക്കുന്നത്, പിന്നെ ഒരു മകൻ വീട് വേണിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഞാനൊന്നും പൈസക്ക് വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ വന്നത് എന്ന്. എത്ര നല്ല മനുഷ്യനാണെന്നറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീൺ പ്രണവിലെ ആ മൂത്തവനില്ലേ, അതിൻ്റെ പേരല്ലേ മറ്റേ എന്താന്ന് പ്രവീണ്, ഓനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓനോട് എനിക്ക് ഓനെ തൊഴാൻ തോന്നിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം മുമ്പാണ് അവൻ്റെ ഭാര്യ പ്രസവിക്കുന്ന ആ സമയത്ത് പറഞ്ഞത്, അയ്യോ എനിക്ക് വീട് പണിക്കാൻ പൈസയില്ലേ, എന്ത് ചെയ്യും ഭഗവാനെ, ഞാൻ പൈസ ഇല്ലാതുകൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അങ്ങനെ കണ്ണീർ കടലായി. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബക്കറ്റ് വെള്ളമാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് കൊണ്ട് മറച്ച് കളഞ്ഞത്. എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ കുട്ടുകുട്ടുകുട്ടുകുട്ട വെള്ളം വീഴലായിരുന്നു. കാരണം ഈ വീഡിയോ കണ്ടിട്ട് പാവത്താന് പൈസയില്ല, ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പൈസയില്ല, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വീടില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ ദുഷ്ടഭാവികളായ അച്ഛനും അമ്മയും അനുജനും കൂടി ഞാനടക്കമെടുത്ത വീട്ടിൽ നിന്നും എന്നെ ഒരു കരുണയും ഇല്ലാതെ ഇറക്കി വിട്ടു ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ണീരാന്ന് ശരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എവിടെയോ വല പൊട്ടി ഒഴുകിയത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയുള്ള കണ്ണീരായിരുന്നു ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീടും എടുത്തിരിക്കുന്നത്. അല്ല മോനെ, ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിനക്കിടുന്ന പൈസ ഓൻ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് യൂട്യൂബ് കൊണ്ടൊന്നും ഞാനിതെങ്ങനെ, എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇന്ന് വന്നിട്ട് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് സൗഹൃദത്തിലാവുകയാണ്. പക്ഷേ മൃദുല ഇപ്പോഴൊന്നും സൗഹൃദത്തിലാവൂല. കാരണം എന്താ വെച്ചാൽ മൃദുല നല്ല രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടോ, ആദ്യം തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്നവനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊക്കെ ഒരു ഗെയിം ആണെങ്കിൽ ആ പെൺകുട്ടീനെ ഒന്ന് കണ്ണിറുക്കി കാണിക്കണ്ടോ? അതല്ലേ വേണ്ടത്. നിങ്ങളല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ ആ പെൺകുട്ടി മൃദുല എന്ന് പറയുന്ന ആ സ്ത്രീ എന്താ വിചാരിച്ചത്, ഓ ഇതൊക്കെ ശരി തന്നെയാണ്, എന്നാൽ പിന്നെ എൻ്റെ വകയും കിടക്കട്ടെ കുറച്ചും കൂടി. അതുകൊണ്ട് സകലതും അങ്ങ് നാട്ടുകാരൊക്കെ ഒന്ന് വിളമ്പി. അതായത് വീടുകളിൽ എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാകും. ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മയും മരുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളെ പോലെ ജീവിക്കൂല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എല്ലാ അമ്മായിയമ്മമാരും പറയും, അയ്യോ എനിക്ക് 2 ആമ്പിള്ളേരാണേ, ഒയ്പ്പരിച്ച് ഒരു പെണ്ണെ കൊണ്ടുവന്ന് ഇതെൻ്റെ സ്വന്തം മോളാന്ന്. ഒരു മണ്ണാങ്കട്ടിയില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ അമ്മായിയമ്മമാർ എന്ന് പറഞ്ഞാൽ ഇന്നും അമ്മായിയമ്മമാർ തന്നെയാണ്. അതിന് ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാലും അതിനൊരു മാറ്റവും വരില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഈ അമ്മായിയമ്മ നല്ലതാണ്, അല്ലെ അമ്മായിയമ്മയും മരുമോളും ഭയങ്കര സ്നേഹമാണ്, എവിടെയെങ്കിലും ഇവർ തമ്മിലൊരു ഉടക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പം ഈ വീട്ടിലും അങ്ങനെയാണ്. ആദ്യം എന്താണെന്ന് വെച്ചാൽ 2 ആമ്പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്നുള്ള തരത്തിൽ പെരുമാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മേൻ്റെ കാര്യങ്ങളും അമ്മായി അച്ഛൻ ചെയ്ത ക്രൂരതകളെല്ലാം ഈ പെൺകുട്ടി നേരെ പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ വ്യൂ 2 മില്യൺ വ്യൂ ഒക്കെ പോകുമ്പോൾ നല്ല ഡോളർ വരുമ്പോഴേക്ക് ഇവരെല്ലാം വിചാരിച്ചത് എന്താണെന്നറിയാം, എന്നാൽ പിന്നെ കെട്ടക്കെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടാ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ അങ്ങ് പറയുക മാത്രമല്ല, എന്നെ അമ്മായിയമ്മ അവിടെ നിന്ന് ഇങ്ങനെയാക്കി, എന്നെ അമ്മായിയച്ഛൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കുറേ വോയിസ് ക്ലിപ്പുകളും ഇട്ടു. ഇതൊന്നും നമ്മൾ പോയി ചോദിച്ചിട്ടല്ലല്ലോ. ഇപ്പം ഈ പിന്നെ പ്രവീണ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയെന്ന്. എൻ്റെ പൊന്ന് പ്രവീണെ, ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത് നിങ്ങൾ തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ ഒക്കണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ചതിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയെ തന്നെയാണ്. കാരണം എന്താണെന്ന്, ഭാര്യ ഇപ്പോഴും നിങ്ങളുടെ വീട്ടുകാർ എല്ലാവരുമായിട്ട് തെറ്റി. ആ ഭാര്യയ്ക്ക് ഇനി ഒരു എപ്പോഴെങ്കിലും അവിടെ പോകാൻ കഴിയോ, ഒരു യഥാർത്ഥത്തിലൊരു സ്നേഹം അവിടെ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതുപോലെ ആക്കി വെച്ചു. അച്ഛനും അമ്മയെല്ലാം തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യമാർ തമ്മിൽ ഉണ്ടാവും, അത് ഉറപ്പാണ്. അതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ അതും കൊണ്ടുവന്ന് കണ്ടൻ്റാക്കിയിട്ട് അതും കൊണ്ടുവന്ന് നാട്ടുകാരുടെ അടുക്ക വിളമ്പിയിട്ട് ഇപ്പോൾ കടന്നിട്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വേണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തേക്ക് ഓടി. ആ പെൺകുട്ടി ആ കുഞ്ഞും അവിടെ വഴിയാതാരായില്ലേ? അതായത് നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ ആഘോഷിക്കുമ്പോഴേ ആ പെൺകുട്ടി ആ കുഞ്ഞും അവിടെ കിടക്കണ്ടേ ഇനിയിപ്പോൾ? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണേനും. അത്രയ്ക്ക് വയ്യ കേമനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യനെ ക്ഷണിക്കാത്ത സ്ഥലത്ത് ഞാൻ വരത്തില്ല അങ്ങനെ പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ആൺകുട്ടിയാണ്. അല്ലാതെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിനൊന്നും യാതൊരുവിധ വിലയുമില്ല. അതിൻ്റെ അകത്ത് കുറേ പൈങ്കിളി അമ്മമാർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടു. അയ്യോ മോൻ്റെ ആ ഒരു മനസ്സിനെ ഞാൻ സ്തുതിക്കുന്ന മോനെ, കാരണം ഭാര്യ വരുന്നില്ലെങ്കിലും വേണ്ട, മോൻ്റെ വീട്ടിൽ പോയല്ലോ. എന്തൊരു പൈങ്കിളി അമ്മച്ചിമാറാടേ. അല്ല എനിക്ക് എന്താ വെച്ചാൽ തല കറങ്ങിപ്പോയി ആ ഒരു കമൻ്റൊക്കെ കണ്ടപ്പോൾ. നല്ല അമ്മച്ചിമാറാ പറയുന്നത്.
എൻ്റെ മോനെ എനിക്ക് ഇതേപോലെ ഒരു മോനെ കിട്ടിയാൽ മതിയേനും മോനെ, അവളെ ഉപേക്ഷിച്ചിട്ടായാലും നീ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് വന്നല്ലോ എന്ന്. എടോ, ഇതല്ല വേണ്ടത്. അവനവനൊരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അവരുടെ ഇതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. എന്നിട്ട് അവരെയും കൊണ്ട് വേണമായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, നിങ്ങൾ വീട്ടിൽ പോകണമായിരുന്നു. അതുപോലെ ബർത്ത്ഡേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ വിളിച്ചാലേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയണമായിരുന്നു. അല്ലാതെ അവളില്ലാതെ പോയിട്ട് അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുജൻ്റെയും അടുത്ത് നല്ല രീതിയിൽ ഭയങ്കര ആഘോഷം ആഘോഷിച്ചിട്ട് എന്തൊരു മനുഷ്യനാടേ. നേരെ മറിച്ച് തൻ്റെ അനുജനുണ്ടല്ലോ, എന്താ വെച്ചാൽ ആ പ്രണവ് കൊച്ചു, അവനാണെങ്കിൽ അവൻ ഈ പരിപാടിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവൻ ഒരു കാരണവശാലും ഇമാതിരി പരിപാടിക്ക് നിൽക്കത്തില്ല. അവൻ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു വീഡിയോ വന്നപ്പോൾ അവനെ പറ്റിയിട്ട് ഇവൻ പറഞ്ഞതെന്താ, കുടിയനാണ്, വലിയനാണ്, രാവിലെ എഴുന്നേൽക്കത്തില്ല, 24 മണിക്കൂറും കടത്തമാണ്, അവൻ്റെ പിന്നെ രീതികൾ ഇങ്ങനെയാണെന്ന് ഇവൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു കൊച്ചു എന്ന് പറയുന്നവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവനോട് ബഹുമാനമാണ് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അവൻ കൃത്യമായിട്ട് പോയിന്റുകളാണ് പറയുന്നത്. പക്ഷേ ഇവൻ അതുപോലെയല്ല. ഈ പിന്നെ പ്രവീണ് ശരിക്കും പറഞ്ഞ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭാര്യയെ ഇത് പേണ, ഇത് പിന്നെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റൂല, അങ്ങനെയെങ്കിലും പറയണമായിരുന്നു. അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഈ പൈസ നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്താമായിരുന്നു. പക്ഷെ നിങ്ങളതല്ല. നിങ്ങൾ എല്ലാ കണ്ണീരുകളും വിറ്റ് എല്ലാ കണ്ണീരുകളും നാട്ടുകാരെ കാണിച്ചു. എല്ലാ തരം, അതായത് അച്ഛൻ ഇറങ്ങിപ്പോടാന്ന് പറയുന്നത് വരെ, അത് എന്തിനാ പറഞ്ഞിനെന്ന് നിങ്ങൾ പറയുന്നില്ല. അച്ഛൻ ഇറങ്ങിപ്പോടാ എന്ന് വരെ പറയുന്ന വീഡിയോ നമ്മളുണ്ട്. പക്ഷെ എന്തിനാണ് പോകാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എടോ, നമ്മളോടല്ലേ ഒരു 250 വട്ടം നമ്മൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തന്തയാണെങ്കിൽ അങ്ങനെ പറയും. ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇറക്കി വിടുകയും ചെയ്യും ചില സമയത്ത്. എന്നാലും നമ്മൾ നാണോ മാനോ ഇല്ലാണ്ട് കയറി ചൊല്ലുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഇറക്കി വിട്ടത് തന്തപ്പടിയല്ലേ, വേറെ ആരും അല്ലല്ലോ. അപ്പം അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഇതൊരു ഭയങ്കരമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ 10 കാശുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ. പൈസയൊന്നുമില്ല, ജോലിയൊന്നും കാര്യമായിട്ട് ഇല്ലാത്തവനാണെങ്കിൽ രണ്ടാമതും ആ വീട്ടിൽ തന്നെ പോകും. അതാ ആലോചിക്കേണ്ടത്. ഈ 10-18 വയസ്സ് വരെ നമ്മൾ ഈ വായുവൊന്നും കൊണ്ടൊന്നല്ലല്ലോ വളർന്നത്. അല്ല, നമ്മളിങ്ങനെ ഈ നല്ല കാറ്റ് കിട്ടുന്നിടക്ക കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ വളർന്നതാണോ? അല്ലല്ലോ. ഈ അച്ഛൻ എവിടെയോ പോയിട്ട് നയിച്ചു കൊണ്ടുവന്ന് ആ അച്ഛൻ്റെ വേർപ്പന്നല്ലേ നമ്മൾ തിന്നത്. പിന്നെ അയാൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത്ര വലിയ നാണക്കേടോ മാനക്കേടോ ഉണ്ടാ? അത് തന്തയല്ലേ ഒന്നുമില്ല, 10-18 വർഷം ചോറ് തന്നതല്ലേ. ഇത് പൈസയെല്ലാം പിന്നെയല്ലേ വന്നത്. അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ വണ്ടി വാങ്ങിച്ചത് അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിലൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ വണ്ടി മേടിക്കോ അല്ലെങ്കിൽ വീട് മേടിക്കോ എന്തോ ചെയ്തോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണീരും കിനാവും വിറ്റിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കി. അതുമാത്രമല്ല, ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. പിന്നീട് നിങ്ങൾ വീഡിയോ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാണാതെ ആരെങ്കിലും ഉണ്ടാ? അതായത് നിങ്ങളുടെ വീഡിയോ അല്ലെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നിങ്ങൾ കാണേണ്ടവർ മുഴുവൻ കണ്ടിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പയ്യ ഞാൻ പിൻവലിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാണേണ്ടവരൊക്കെ കൃത്യമായിട്ട് അവിടെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഇനിയും തന്നെ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നോക്കരുത്. അതായത് ഇനിയും തന്നെ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നിങ്ങൾക്ക് ഒരുപാട് പൈസ, ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ ഒരു കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഞാണുമിൽ കളിയാണ്. അതൊന്ന് ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ അത് വീണിട്ട് പിന്നെ എണീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണത് മൃദുല എന്ന് പറയുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്രത്തോളം സന്തോഷമുണ്ടെങ്കിലും തൻ്റെ മൂത്ത മകളെ ഓർത്തിട്ട് ചിലപ്പോൾ അമ്മായി അമ്മയും അമ്മായി അച്ഛനും ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാകും. കാരണം വാശിയായിരിക്കും രണ്ടുപേർക്കും. അതുകൊണ്ട് മൃദുലക്ക് വേണമെങ്കിൽ പോയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് പറയാം. അതിനൊന്നും ഒരു മാനക്കേടും വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നം അങ്ങനെ തീരുന്നുണ്ടെങ്കിൽ ഏതായാലും അമ്മയും അച്ഛനും വന്ന് എൻ്റെ കാല് പിടിക്കണം എന്ന് പറയുന്നതിലും നല്ലതല്ലേ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാല് പിടുത്തം. അതാണ് ആലോചിക്കേണ്ടത്. കാരണം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അതെങ്കിലും ചെയ്യാൻ നോക്ക്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് അയ്യോ എന്നെ എല്ലാവരും തെറ്റ് പറയുന്നത്, അയ്യോ എന്നെ എല്ലാവരും ഇത് പറയുന്നത്, എന്നെ എല്ലാവരും തെറ്റ് പറയുന്നത്, ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ പറ്റിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും അല്ല വന്ന് പറയേണ്ടത്. നഷ്ടം തന്നെ. എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും ആരും അനുകരിച്ചേക്കല്ലേ. ഇവിടെ ഒരുപാട് കൊച്ചമ്മമാർ വന്നിട്ട് കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടു. ആ കമൻ്റൊന്നും വായിച്ചിട്ട് ഇതുപോലെ വീട്ടിൽ വരണേ ഭഗവാൻ എന്നൊന്നും ആരും തീരുമാനിച്ചേക്കരുത്. അതായത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായി പോയി കഴിഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഗതികെട്ടത് വേറെ ഒന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കമൻറ്റ് മറക്കണ്ട. അതുപോലെ തന്നെ ആ ലൈക്ക് അതൊന്നിട്ടേ. നന്ദി, നമസ്കാരം.